ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കുന്നതിൽ സഹകരിക്കണം. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സഹകരിക്കുക തൽക്കാലം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയതയുടെ പിടിയിൽപ്പെടാതെ തടുത്തു നിർത്താൻ കഴിയും. കച്ചവടവൽക്കരണത്തിൻ്റെ പിടിയിൽ നിന്നും തടുത്തു നിർത്താൻ കേരളത്തിൽ ഗവൺമെൻറ് കഴിയും. ആ ഉറപ്പോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് CPI സുഹൃത്തുക്കൾക്ക് ഉത്കണ്ഠയുണ്ട്. അത് സംസ്ഥാന സെക്രട്ടറി എൻ്റെ സുഹൃത്ത് ബിനോയ് വിശ്വംഭരനും പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അതിന് കേരളത്തിലെ 2 പാർട്ടികളുടെ നേതൃത്വം ചർച്ച ചെയ്യും, മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസത്തിന് പരിഹാരം കണ്ടെത്താൻ ഇരു പാർട്ടികളും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താം. നമസ്കാരം. പലപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ സമാധാനപൂർവമായി നർമ്മോക്തി കലർന്ന് എന്നാൽ കാര്യഗൗരവത്തോടു കൂടി മറുപടി പറയാറുള്ള ആളാണ് കേരളത്തിന്റെ സമുന്നത നേതാവായ CPM-ന്റെ സമുന്നതനായ MA ബേബി എന്ന CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. എന്നാൽ കേരളത്തിൽ PM ശ്രീ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ അതിന് കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങൾ MA ബേബിയെ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. PM ശ്രീ പദ്ധതി മുന്നണിയിലോ സർക്കാരിലോ ആലോചിച്ചിട്ടില്ല, ഘടകകക്ഷികളിൽ ആരുമായി കൂടി ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, മന്ത്രിസഭയ്ക്ക് അകത്തും പുറത്തും ഘടകകക്ഷി മന്ത്രിമാർ PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനെതിരെ കൃത്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അവരോട് കൂടി ആലോചിക്കാതെ അവരുടെ അഭിപ്രായങ്ങൾ ചവറ്റുകുട്ടയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ ഒരു തീരുമാനമെടുത്തു. പിണറായി വിജയൻ നരേന്ദ്രമോദി സർക്കാരുമായി PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ MA ബേബിയുടെ മുന്നിൽ അവതരിപ്പിച്ച വിഷയം. ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ MA ബേബിക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് കേരളത്തിലെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിന് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഒരു തരത്തിലുള്ള ഉത്തരവും മാധ്യമങ്ങളോട് പറയാൻ പറ്റാതെ നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പല വിഷയങ്ങളെക്കുറിച്ചും അതീവ സൂക്ഷ്മമായി പഠിക്കുന്ന ആൾ തന്നെയാണ് MA ബേബി. അദ്ദേഹത്തിൻ്റെ ദിഷണാശാലിത്വത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായൊരു വിവരം MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അഭിപ്രായം പറയും എന്ന് കരുതിയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചത്. എന്നാൽ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിൽ കൂടിയാലോചിച്ച് അതിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കും എന്നാണ് MA ബേബി പറഞ്ഞത്. അതായത് PM ശ്രീ പദ്ധതി പോലുള്ള കേരളത്തിലെ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ കേന്ദ്രത്തിൻ്റെ ഫാസിസ്റ്റ് ചിന്താഗതികൾ കേരളത്തിലെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്കൂളുകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്ന, കാവ്യവൽക്കരിക്കുന്ന കേന്ദ്രത്തിൻ്റെ പരിപാടികൾ കേരളത്തിൽ നടപ്പാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി ഒപ്പുവച്ചു, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഒപ്പുവച്ചു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് ഒറ്റിക്കൊടുത്തില്ലേ എന്നുള്ള ചോദ്യത്തിന് MA ബേബി കാര്യമായ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് CPI-യുടെ ജനറൽ സെക്രട്ടറിയായ D രാജ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം കേരളത്തിൽ തന്നെ ഒത്തുതീർക്കണം, ദേശീയ തലത്തിൽ ഇത് ആലോചിക്കേണ്ടതില്ല, കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയമായതിൻ്റെ പേരിൽ കേരളത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇന്ത്യൻ ദേശീയതയുടെ പ്രശ്നം തന്നെയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ് മാധ്യമങ്ങൾ MA ബേബിയോട് ചോദിച്ചപ്പോൾ ഇത് കേരളത്തിൽ ചർച്ച ചെയ്ത് തീർക്കുവാനാണ് MA രാജ നിർദ്ദേശിച്ചത് എന്നാണ് MA ബേബി പറഞ്ഞത്. ഇതൊരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. MA ബേബിയെ പോലെ മുതിർന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അപക്വമായ ഒരു മറുപടി മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുത്തി മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടി സഹകരിക്കണം, അതായത് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാധ്യമങ്ങൾ സഹകരിക്കണം എന്ന് MA ബേബി ഒരു അവസരത്തിൽ പറയുകയുണ്ടായി. അതായത് ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടായി എന്ന് MA ബേബിയും സമ്മതിക്കുന്നു. PM ശ്രീ പദ്ധതി ഘടകകക്ഷികളായ മന്ത്രിമാരോടോ മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെയാണ് തീരുമാനമെടുത്തത്, ഒപ്പുവെച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ MA ബേബി ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് ഇനി ഇവിടെ കേരളത്തിൽ ഞങ്ങൾ എല്ലാ കക്ഷികളും കൂടി ഘടകകക്ഷികൾ, അതായത് CPM-ന്റെ ഘടകകക്ഷികളുമായി ആലോചിക്കും, CPI
ആയി ആലോചിക്കും, അതിനുശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ വീണ്ടും എടുത്തു ചോദിക്കുന്നു, ഈ കൂടിയാലോചനകളും അല്ലെങ്കിൽ യോഗങ്ങളും എല്ലാം നടത്തേണ്ടത് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പായിരിക്കണ്ടേ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ MA ബേബി ഒഴിഞ്ഞു മാറി ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങളും സഹകരിക്കണം എന്ന് പറയുമ്പോൾ നിലവിൽ CPM-നകത്ത് ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു, PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചത് വലിയ പ്രശ്നമായിരിക്കുന്നു എന്ന് MA ബേബി തത്വത്തിൽ അംഗീകരിക്കുന്നതായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിന് ഭൂഷണമല്ല ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് തീർത്തും പിണറായി വിജയനും ഇടതുപക്ഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബിക്കും തീർത്താൽ തീരാത്ത കളങ്കം തന്നെയാണ്, വലിയ തിരിച്ചടി തന്നെയാണ്. ഈ തിരിച്ചടിയിൽ നിന്നും, ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ദേശീയ സെക്രട്ടറിയായ MA ബേബിക്ക് പറ്റുന്നില്ല. അദ്ദേഹം തട്ടാമുട്ടി യുക്തികൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ MA ബേബി നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. LDF-ൽ ചർച്ച ചെയ്യും എന്നായിരുന്നു ജനറൽ സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ ചർച്ചയുണ്ടായില്ല. കരാർ ഒപ്പുവെക്കുന്നതാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത്. അല്ല, ഇപ്പോൾ പറയാനുള്ളത്, ഇപ്പം ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് വരികയല്ലേ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ പലതും ചോദിക്കാനുണ്ടാവും. CPM ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്, CPIയുടെ 2 നേതാക്കന്മാർ, ജനറൽ സെക്രട്ടറി സഖാവ് രാജാവ് ഉൾപ്പെടെ ഇവിടെ വന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ അരമണിക്കൂറിലധികം സമയം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചെത്തിച്ചേർന്ന തീരുമാനം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ 2 പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIM-ൻ്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ, തിരക്കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണോ നിൽക്കുന്നത്? ഇല്ല. അപ്പോൾ എന്നെ പോലെ തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ CPI CPIയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിൻ്റെ, കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിൻ്റെ, കച്ചവടവൽക്കരണം വിദ്യാഭ്യാസത്തിൻ്റെ. ഈ 3 കാര്യങ്ങളിലും CPM-ഉം CPIയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഇത് 3ഉം അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. അതിനെന്ത് പേരിട്ട് വിളിച്ചാൽ. ഇതിൽ കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് സംഭവിച്ചതാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കി. അപ്പോൾ ആരൊക്കെ അതിനെ എതിർത്തു, ആരൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥ എതിർത്തു തുടങ്ങിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻട്രലൈസേഷനെതിരായിട്ട് ഇപ്പോൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് ചെയ്തതിന് സംസ്ഥാന പട്ടികയിൽ നിന്നും വിദ്യാഭ്യാസത്തെ എടുത്ത് സമവർത്തി പട്ടികയിലേക്ക് മാറ്റിയതിനെയാണ് ഇപ്പോൾ ഫലത്തിൽ കേന്ദ്ര പട്ടികയിലുള്ളതുപോലെയാണ് നരേന്ദ്രമോദി ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരം ഇനിയും തുടർന്നു പോകണം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. 2, വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കവും കമേഴ്സ്യലൈസ് ചെയ്യാനുള്ള, കച്ചവടവൽക്കരിക്കാനുള്ള നീക്കമാണ്. ഇതിന് 2നെയും നഖശിഖാന്തം എതിർക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പം ഈ PM ശ്രീയിലെല്ലാം പറയുന്ന മിക്കവാറും കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിർവഹിച്ചതാണ് വിദ്യാഭ്യാസ രംഗത്ത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലാബറട്ടറികൾ, ലൈബ്രറികൾ, ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം തീരാൻ പോവുകയാണ്. അപ്പോൾ തീരാൻ പോകുന്ന ആ പദ്ധതിയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ MOU വന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിദ്യാഭ്യാസ പദ്ധതികൾക്കുമുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം തരേണ്ടത് കണ്ണിൽ ചോരയില്ല നിഷേധിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു ചർച്ചയും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല, മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മറികടക്കാനുള്ള ഒരു മാർഗമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ MOU സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം അവിടെ പോയി ചർച്ച ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇവരീ പറയുന്നത് എന്തെങ്കിലും ഒപ്പിട്ട് കഴിഞ്ഞാൽ നടപ്പാക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരു ഉദാഹരണം മാത്രം പരിശോധിച്ചാൽ മതി. PM ഉഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്നതിൻ്റെ സമാനമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യാനുള്ളതാണ്. അവിടെ ഈ
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ അപകടം പിടിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞതെന്താ, 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. ആ 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കേന്ദ്രം NEP-യുടെ ഭാഗമായി പറയുന്നത് 1 വർഷം മാത്രം അതിൽ ചേർന്നിട്ട് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, 2 വർഷം പഠിച്ചിട്ട് പോകുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും, 3 വർഷം പഠിച്ച് കഴിയുന്നവർക്ക് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും, 4 വർഷം കഴിഞ്ഞാൽ ഓണേഴ്സിന് തുല്യമായിട്ട് വിദേശത്തുമൊക്കെ പോവാം. കേരളത്തിൽ ഇതേ അല്ല നടപ്പാക്കിയിട്ടുള്ളത്. ഇങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പോലുള്ള പരിപാടിയില്ല. ശ്യാം മേനോൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ മുൻ വൈസ് ചാൻസലർ ഇവിടുത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉള്ളടക്കം തയ്യാറാക്കിയിട്ടുള്ളത്. അത് അന്ന് ഒപ്പിട്ടിട്ടുണ്ട്. പ്രൊഫസർ ബിന്ദു പിന്നെ ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ഒപ്പിട്ടിട്ടാണ് ഈ PM ഉഷ നടക്കുന്നത്. BJP-യുടെ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ല വർഗീയവൽക്കരണവും പാഠപുസ്തകത്തിലൂടെ കടന്നുകൂടിയിട്ടുണ്ടോ? ഇല്ല. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒപ്പിടുമ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയതയുടെ പിടിയിൽപ്പെടാതെ തടുത്തു നിർത്താൻ കഴിയും, കച്ചവടവൽക്കരണത്തിൻ്റെ പിടിയിൽ നിന്നും തടുത്തു നിർത്താൻ കേരളത്തിൽ ഗവൺമെൻറ് കഴിയും. ആ ഉറപ്പോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് CPI സുഹൃത്തുക്കൾക്ക് ഉത്കണ്ഠയുണ്ട്. അത് സംസ്ഥാന സെക്രട്ടറി എൻ്റെ സുഹൃത്ത് സഹ ബിനോയ് വിശ്വംഭരനും പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അതിന് കേരളത്തിലെ 2 പാർട്ടികളുടെ നേതൃത്വം ചർച്ച ചെയ്യും, മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. വർഗീയവൽക്കരണത്തിനും കച്ചവടവൽക്കരണത്തിനും പിന്നെ എതിരായിട്ടുള്ള ഉറച്ച നിലപാട്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്ന് 2 പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം രാജ്യവുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോൾ അത് എങ്ങനെ കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നടപ്പാക്കാമെന്നുള്ള കാര്യം 2 പാർട്ടികളും, അതിന് പുറമെ LDF-ൽ മറ്റ് ഘടക പാർട്ടികളുമുണ്ട്, അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ അവസരം അവർ ഉപയോഗപ്പെടുത്തും. ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് താങ്കൾ അറിഞ്ഞിരുന്നോ? ഒപ്പിടുന്നതിന് മുമ്പല്ലേ വേണ്ടിയിരുന്നത്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസത്തിന് പരിഹാരം കണ്ടെത്താൻ 2 പാർട്ടികളും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താം. എല്ലാവരും പോയിട്ട് അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനൊരു പരിഹാരം മാധ്യമങ്ങൾ ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിൽ സഹകരിക്കണം. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സഹകരിക്കുക തൽക്കാലം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PM ഉഷ എന്ന് പറയുന്ന പദ്ധതി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് CPM-ന് നല്ല അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇത് ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഒരു വർഗീയവൽക്കരണം ഉണ്ടാവില്ല. ഈ NEP എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച വേറൊരു സംസ്ഥാനമില്ല. ആ പാഠപുസ്തകങ്ങളെല്ലാം നിങ്ങളെടുത്ത് നോക്കൂ, അതിനകത്ത് എവിടെയെങ്കിലും വർഗീയത ഉണ്ടോ എന്ന്. ശരി, വളരെ നന്ദി. ഇത്രയും മതി.